ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടി ബ്ലോഗ്സ്. സ്മിത്ത് വർഗീസ് ഫ്രം മാവേലിക്കര. ഇന്ന് എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ച് വളരെ സാഡായിട്ടുള്ള ദിവസങ്ങളൊന്നായിരുന്നു. കാരണം എൻ്റെ ഒരു പ്രിയപ്പെട്ട ഡയറക്ടർ മരിച്ചിട്ട് എത്ര വർഷങ്ങൾ പിന്നിടുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ഓൾറെഡി തമിഴിൽ കണ്ടതുപോലെ രാജേഷ് പിള്ള. മലയാള സിനിമയിൽ വൻ മാറ്റം എന്ന് പറഞ്ഞാൽ വൻ മാറ്റം തന്നെ കൊണ്ടുവന്ന ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫിലിമായ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന് പറഞ്ഞ ഫിലിം പരാജയമാണെങ്കിൽ കൂടി രണ്ടാമത്തെ ഫിലിമായിട്ടുള്ള ട്രാഫിക്, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത റോഡ് മൂവി, മോർ ദാൻ ദാറ്റ് ആ ഫിലിമിന് ഒരു പ്രത്യേകതയുണ്ട്. മലയാള സിനിമയിൽ സൂപ്പർ താരങ്ങളില്ലെങ്കിലും നല്ലൊരു സ്ക്രിപ്റ്റും നല്ലൊരു പ്ലോട്ടുമാണെങ്കിൽ മലയാള സിനിമ വിജയിച്ചിരിക്കും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഉദാഹരണത്തിന് മലയാള സിനിമയുടെ പുതുയുഗത്തിന് തന്നെ നാരിക്കാലിലിട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തെ ഇനിയും മലയാള സിനിമ ഓർത്തിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ചെയ്ത രണ്ടാമത്തെ പ്രോജക്റ്റായിരുന്നു മിലി. ആ കാലയളവിൽ നിവിൻ പോളി വലിയ സൂപ്പർ താരമൊന്നും അല്ലായിരുന്നു. എന്നിരുന്നാലും നിവിൻ പോളിയും വെച്ചൊരു ഫിലിം എടുത്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മോട്ടോർ സൈക്കിൾ 3 വീൽസ് എന്നുള്ള ഒരു പ്രോജക്റ്റ്. അത് അദ്ദേഹം അത് ചെയ്യുന്നതിന് മുന്നേ മരിച്ചുപോയി. ദുഃഖകരമായിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന പ്രോജക്റ്റുകളൊന്നായിട്ടുള്ള വേട്ട എന്ന് പറയുന്ന ഫിലിം അത് ഇറങ്ങിയ ദിവസം തന്നെയാണ് അദ്ദേഹം മരിച്ചത്. ഇന്നാണ് ആ ദിവസം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ മാവേലിക്കര പ്രതിഭയിൽ ഞാൻ ആ ഫിലിം കണ്ടിട്ട് അന്ന് ഈ ട്രോളുകളും മീനും ഒക്കെ വന്നുകൊണ്ടിരുന്നത്. ആ ട്രോളുകളും മീനും ഒക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും രാജേഷ് പിള്ള മരിച്ചു വന്നു. അയ്യോ, എന്നെ സംബന്ധിച്ച് വലിയൊരു വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയായിരുന്നു. ഓക്കെ, സ്മിത്ത് വർഗീസ് ഫ്രം ടി ബ്ലോഗ് സൈനിങ് ഔട്ട്. മിസ്റ്റർ രാജേഷ് പിള്ള, താങ്കൾ ഒരിക്കലും മരിക്കുന്നില്ല. താങ്കൾ ജീവിക്കുന്നു. മിലിയിലൂടെ, വേട്ടയിലൂടെ, ട്രാഫിക്കിലൂടെ. മിസ്റ്റർ രാജേഷ് പിള്ള, താങ്കൾ ഒരിക്കലും മരിക്കുന്നില്ല. താങ്കൾ ജീവിക്കുന്നു. മിലിയിലൂടെ, വേട്ടയിലൂടെ, ട്രാഫിക്കിലൂടെ. മിസ്റ്റർ രാജേഷ് പിള്ള, താങ്കൾ ഒരിക്കലും മരിക്കുന്നില്ല. താങ്കൾ ജീവിക്കുന്നു. മിലിയിലൂടെ, വേട്ടയിലൂടെ, ട്രാഫിക്കിലൂടെ.